നമസ്കാരം. വെട്ടന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി നഗ്ന ഫോട്ടോ കൈക്കലാക്കുകയും പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും സ്വർണ്ണമാല പണിയിച്ച് നൽകാമെന്നും വാഗ്ദാനം നൽകി 14-കാരിയെ കബളിപ്പിച്ച് 5.5 പവന്റെ സ്വർണ്ണമാല തട്ടിയെടുത്തു. കേസിൽ 21-കാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി ചമ്പ്രോട്ടം സ്വദേശി തൂമ്പിൽ അജ്മലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 4-നാണ് പെൺകുട്ടിയെ അജ്മൽ പരിചയപ്പെടുന്നത്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി യുവാവിന് പെൺകുട്ടി നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. തുടർന്ന് പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും മാലയുടെ ചിത്രം അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം ചെയ്തപ്പോൾ പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു. എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല നൽകാമെന്നും വാഗ്ദാനം നൽകി. തുടർന്നാണ് കുട്ടി ഉമ്മയുടെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു കൊടുത്തത്. ഇതോടെ മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് പറഞ്ഞതനുസരിച്ച് ലൊക്കേഷൻ അയച്ചു കൊടുത്തത് പ്രകാരം വീട്ടിലെത്തിയ അജ്മലിന് പെൺകുട്ടി ജനലിലൂടെ മാല നൽകി. എന്നാൽ ഇയാൾ മാലയുമായി കടന്നുകളഞ്ഞു. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുകയും പെൺകുട്ടിയും വീട്ടുകാരും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പിന്നീട് അജ്മലിന് വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. സ്നാപ്ചാറ്റ് ആപ്പിന്റെ അതോറിറ്റി വിദേശത്തായതിനാലാണ് അറസ്റ്റ് വൈകിയത്. ഉപയോഗിച്ച ഫേക്ക് ID ഇയാളുടേത് തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു. അന്ന് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത്. ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയതിനു പിന്നാലെയാണ് തട്ടിപ്പ്. അജ്മലിനെതിരെ കൽപ്പകഞ്ചേരി, തിരൂർ പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ കേസുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥൻ, തിരൂർ DSP AJ ജോൺസൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വളാഞ്ചേരി SHO ബഷീർ C. ചിറക്കലാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെട്ടൻ ന്യൂസ്, വളാഞ്ചേരി.